രാഷ്ട്രീയത്തിൽ ഒരിടത്തൊരു പടക്കം പൊട്ടിയാൽ മറ്റൊരിടത്ത് അതിന്റെ പുക വരുമെന്ന് കേട്ടിട്ടില്ലേ? ബംഗാളിലുണ്ടായ ഒരു രാഷ്ട്രീയ ഭൂചലനത്തിന്റെ എഫക്റ്റിൽ ഇങ്ങ് കൊച്ചു കേരളത്തിലാണ് എല്ലാം തവിടുപൊടിയാകുന്നത്. അങ്ങ് ബംഗാളിൽ മമതാ ദീദി വീണു, സുവേന്ദു അധികാരി പുതിയ സർക്കാരും ഉണ്ടാക്കി. പുള്ളിക്കാരൻ അവിടെ കിടിലൻ വികസനമൊക്കെ തുടങ്ങിയപ്പോൾ ഇങ്ങ് കേരളത്തിൽ നമ്മുടെ സർക്കാരിന്റെ മെയിൻ വരുമാനമായിട്ടുള്ള ലോട്ടറി കച്ചവടം മൂക്ക് കുത്തി താഴോട്ട് പോകാൻ തുടങ്ങി. സത്യം പറയാനോ, ഈ നാട് ഓടിക്കൊണ്ടിരുന്ന രണ്ട് പ്രധാന ജീവനാഡിയിൽ ഒരെണ്ണമായിരുന്നു ഈ പറയുന്ന ലോട്ടറി. അതും ഇപ്പോൾ കട്ടപ്പുകയാകുന്ന ലക്ഷണമാണ്. കാര്യം എന്താണെന്ന് പറയാം. ഇവിടുന്ന് വോട്ട് ചെയ്യാൻ വണ്ടി കയറിപ്പോയ നമ്മുടെ ബംഗാളി ഭായിമാരല്ലേ, അവരാരും ഇങ്ങോട്ട് തിരികെ വന്നില്ല. എന്തിനു പറഞ്ഞു? അവിടെ ഇപ്പോ സുവേന്ദു അധികാരിയുടെ ഡബിൾ എഞ്ചിൻ സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ റെയിൽവേ പദ്ധതികളടക്കം വൻ വികസന പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി ഗംഭീരമാക്കുകയല്ലേ. സ്വന്തം നാട്ടിൽ കൈനിറയെ പണി കിട്ടുമ്പോൾ അവരെന്തിനാണ് ഇവിടെ വന്ന് മലയാളിക്ക് അടിമപ്പണി ചെയ്യുന്നത്? ഇവിടെ സുവേന്ദു അധികാരിയെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നെങ്കിൽ നമ്മൾ മലയാളികൾ ആരെങ്കിലും ഗൾഫിൽ അറബിക്ക് അടിമപ്പണി ചെയ്യാൻ പോകുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്തായാലും ഭായിമാർ കൂട്ടത്തോടെ വരാതായതോടെ അവരെ മാത്രം വിശ്വസിച്ച് ലോട്ടറി വിറ്റിരുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റയടിക്ക് 8 മുതൽ 10% വരെയാണ് കച്ചവടം ഇടിഞ്ഞത്. കിട്ടുന്ന ദിവസക്കൂലിയിൽ നിന്ന് സ്ഥിരമായി ടിക്കറ്റ് എടുത്തിരുന്ന കേരള ലോട്ടറിയുടെ ഏറ്റവും വലിയ കസ്റ്റമേഴ്സ് ഈ ഭായിമാരായിരുന്നു. എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണേ. നാട്ടിൽ വ്യവസായങ്ങൾ കൊണ്ടുവരുന്നതിന് പകരം ലോട്ടറിയും മദ്യവും വിറ്റ് നാട് നന്നാക്കാൻ ഇറങ്ങിയ ഇടതിനും വലതിനും മാറി മാറി ഭരിച്ച കേരളത്തിന്റെ മാത്രം ഗതികേടാണ്. കമ്പനികൾ ഇപ്പോൾ കേരളം എന്ന് കേട്ടാൽ കുരിശ് കണ്ട പ്രേതത്തിനെ പോലെയാണ്. പോരാത്തതിന് കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ 40 രൂപയുണ്ടായിരുന്ന സാധാരണ ടിക്കറ്റിന് 50 രൂപയാക്കി കുത്തനെ കൂട്ടി. അതോടെ ഉള്ള കച്ചവടം കൂടി ഗോവിന്ദ. ദിവസവും 1.08 കോടി ടിക്കറ്റാണ് അച്ചടിച്ചിറക്കുന്നത്. മുഴുവൻ വിറ്റുപോയാൽ 54 കോടി രൂപ സർക്കാരിന് കിട്ടണം. പക്ഷേ ഇപ്പൊ ദിവസവും കിട്ടുന്നത് വെറും 35 മുതൽ 43 കോടി രൂപ വരെ മാത്രമാണ്. പണ്ടൊക്കെ അടിച്ച ടിക്കറ്റ് മുഴുവൻ വിറ്റുപോകുമായിരുന്നു. ഇപ്പൊ കച്ചവടക്കാർ തന്നെ പറയുന്നത് 90 മുതൽ 95% ടിക്കറ്റ് മാത്രമേ ചിലവാകുന്നുള്ളൂ എന്നാണ്. പണി പാലിൽ വെള്ളത്തിൽ തന്നെ കിട്ടിത്തുടങ്ങി എന്ന് പറയാം. ഈ തകർച്ച കാരണം സർക്കാരിന്റെ ബജറ്റ് കണക്കൊക്കെ മൊത്തത്തിൽ അവിയൽ പരുവമായിട്ടിരിക്കുകയാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ലോട്ടറി വിറ്റ് 14,121 കോടി രൂപ ഉണ്ടാക്കാം എന്നായിരുന്നു ആദ്യത്തെ പ്ലാൻ. പ്രതിസന്ധി വന്നപ്പോൾ അത് പുനഃക്രമീകരിച്ച് 14,491 കോടിയാക്കിയിട്ടുണ്ട്. ഇനി വരുന്ന 2026-27 വർഷത്തേക്ക് 15,215 കോടി രൂപയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് വലിയ ഇടിവ് വരുമെന്നാണ് കേൾക്കുന്നത്. ഇതിലൊരു വമ്പൻ തമാശ എന്താണെന്ന് വെച്ചാൽ ലോട്ടറി വകുപ്പ് ഈ ദിവസേനയുള്ള വിൽപ്പന വിവരങ്ങളൊന്നും നമ്മളോട് പറയാറില്ല. ഇത് കേരള സർക്കാരിന്റെ ഒരു ടോപ്പ് സീക്രട്ട് ആണ്. സംസ്ഥാന ബജറ്റോ സാമ്പത്തിക അവലോകന റിപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ CAG റിപ്പോർട്ടോ ഒക്കെ വരുമ്പോഴായിരിക്കും കോടികളുടെ ഈ ഒരു സാമ്പത്തിക ചോർച്ച നമ്മളൊക്കെ അറിയാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ അധ്വാനത്തെയും അവരുടെ ഭാഗ്യപരീക്ഷണങ്ങളെയും മാത്രം ആശ്രയിച്ച് കെട്ടിപ്പൊക്കിയ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ കാറ്റ് പതുക്കെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വികസനം എന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിൽ വ്യവസായങ്ങളും തൊഴിലവസരങ്ങളും ഉണ്ടാക്കുന്നതാണെന്ന് ബംഗാൾ ഇപ്പോൾ നമ്മളെ കാണിച്ചു തരികയാണ്. അധ്വാനിക്കുന്നവന്റെ കാശ് ലോട്ടറിയിലൂടെയും മദ്യത്തിലൂടെയും ഊറ്റിയെടുത്ത് എത്ര കാലം ഇങ്ങനെ പിടിച്ചു നിൽക്കും? കാര്യങ്ങളുടെ പോക്കത്ര പന്തിയല്ല. എന്തായാലും പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നെക്സ്റ്റ്